فقال لهم عمر عمر بن الخطاب പറഞ്ഞു إذا جاء النهار فأين الليل പകൽ വന്നാൽ പിന്നെ രാത്രി എവിടെയാണ് എന്നതുപോലെയാണ് സയ്യിദന ഉമർ ഉറക്കെ പറ സയ്യിദന ഉമർ നോക്കുന്നുണ്ട് ഒരുപാട് അർത്ഥം ഉണ്ടാകാം അഥവാ ഒരു ലോകം മുഴുവനും മറ്റൊരു ലോകത്ത് നിലക്കുണ്ടാവും ഇദാ ജാഅല്ലൈലു ആകാശവും ഭൂമിയും കൂട്ടിവച്ചത്ര സ്വർഗം വിശാലമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഖത്താബിന്റെ മകനെ പിന്നെ എവിടെയാണ് നരകമെന്ന് ചോദിച്ചു സയ്യിദന ഉമർ ബിൻ ഖത്താബിനോട് ചൂടന്മാർ. അപ്പോൾ പറഞ്ഞു എന്ന് സയ്യിദന ഉമർ. അതാണ് അങ്ങോട്ട് നമ്മളെ എത്തിക്കട്ടെ. ആലി ഇമ്രാൻ 133-ാമത്തെ വചനം. ആലി ഇമ്രാൻ 14-15 വചനങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. എല്ലാവർക്കും അറിയുന്ന ഒരു വചനം ഉണ്ട്. അതിൽ ആ കൂട്ടിയിട്ട് മുമ്പും താഴെയും ചേർത്ത വലിയൊരു ആശയുണ്ട് അവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم من خير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. آل عمران 14-15. സ്ത്രീകളോട് വൈകാരിക അഭിനിവേശവും മക്കളോടും ധനത്തോടുമുള്ള താല്പര്യവും മനുഷ്യർക്ക് അലങ്കാരമാകുന്നു. നല്ല കുതിരകള്, നല്ല കൃഷി, നല്ല ഭാര്യ, നല്ല മക്കൾ, ഇതൊക്കെയാണ് മനുഷ്യരുടെ അലങ്കാരങ്ങളും താല്പര്യങ്ങളും. എന്നാൽ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ല മടക്ക സ്ഥാനം റബ്ബിന്റെ അടുക്കലാണ്. അല്ലാഹു അത് നമുക്ക് തരട്ടെ. ഈ തോട്ടത്തെക്കാളും ഈ കൃഷിയെക്കാളും ഈ കച്ചവടത്തെക്കാളും ഈ നയനാനന്ദകരമായ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും പിന്നെ ഭാര്യ മക്കളെക്കാൾ എല്ലാത്തിനേക്കാളും ഖൈറുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? മുത്തഖീങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താ? ജന്നാത്തും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അത് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗ്ഗമാണ്. അല്ലാഹു അത് നമുക്ക് തരട്ടെ. പിന്നെയോ ശുദ്ധ ഇണകളും ഒരിക്കലും വൃത്തികേട് അവർക്ക് വരിരേയില്ല. നല്ല ശുദ്ധകളായ ഇണകളെയും ലഭിക്കും. വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തവും ലഭിക്കും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു അടിമകളെ പൂർണ്ണമായി കണ്ടുകൊണ്ടേയിരിക്കുന്നവനാണ് അല്ലാഹു. عن أبي هريرة رضي الله عنه قلنا يا رسول الله حدثنا عن الجنة. പുണ്യ നബിയോട് ഞങ്ങൾ ചോദിച്ചു, നബിയെ സ്വർഗത്തെ പറ്റി പറഞ്ഞു തരുവേനു. വമാ ബിനാഉഹാ, സ്വർഗത്തിന്റെ കെട്ടിടങ്ങൾ എങ്ങനെയുണ്ടാവും? ഞങ്ങൾ പുണ്യ നബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലബിനത്തും മിൻ റഹബിൻ, സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ടാണ്. വലബിനത്തും മിൻ ഫിദ്ദ, വെള്ളിയുടെ ഇഷ്ടികകൾ കൊണ്ടുമാണ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഏറ്റവും ചെറിയ കൊട്ടാരം 60 മൈൽ ദൂരമുണ്ടാവും.
ഏറ്റവും ചെറിയ കൊട്ടാരം, ഏറ്റവും ചെറിയ കൊട്ടാരം 60 മൈൽ ദൂരമുണ്ടാവും. 60 മൈലൻ എന്ന് പുണ്യ റസൂൽ. ഖുസൂറിൽ, കൊട്ടാരങ്ങളിൽ, സ്വർഗീയ കൊട്ടാരങ്ങളിൽ ലബിനത്തും മിൻ ദഹബിൻ വലബിനത്തും മിൻ ഫിദ്ദ, സ്വർണത്തിന്റെ ഇഷ്ടികകളും വെള്ളിയുടെ ഇഷ്ടികകളും, വതുറാബുഹ സഅഫറാൻ, കസ്തൂരിയും പിന്നെ മനോഹരമായ കുങ്കുമവും, ഹസബഉഹൽ ലുഅ്ലു, സ്വർഗത്തിന്റെ ചെരക്കല്ലുകൾ മനോഹരമായ രത്നങ്ങളാകുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. മനോഹരമായ ഇഷ്ടിക, സ്വർണത്തിന്റെ ഇഷ്ടിക, വെള്ളിയുടെ ഇഷ്ടിക, പിന്നെ ചെരക്കല്ലുകളോ രത്നങ്ങളും. ഇപ്രകാരമാണ് സ്വർഗമെന്ന് പുണ്യ റസൂൽ. عن عبادة بن الصامت رضي الله عنه قال قال رسول الله إن في الجنة 100 درجة, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്, 100 തട്ടുകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന السماء والأرض, എല്ലാം ഈ 2 തട്ടുകൾക്കിടയിലും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള അത്ര ദൂരമുണ്ടാവും. അങ്ങനെ 100 തട്ടുണ്ടാകും സ്വർഗത്തിലെന്ന് പുണ്യ റസൂൽ. എവിടുന്നോ വേറെ അല്ല, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ 100 ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 തട്ടുകൾ ഉണ്ടാകും. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന السماء والأرض, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള അത്ര ദൂരമുണ്ടാവും ഓരോ 2 തട്ടുകൾക്കിടയിൽ. അങ്ങനെ സ്വർഗത്തിൽ എത്ര തട്ടുണ്ട്? 100. അള്ളാഹു നമ്മൾ എത്തിക്കുന്നത്. വൽ ഫിർദൗസ് അലാഹ, അതിൽ ഏറ്റവും മുകളിലെ തട്ടിന്റെ പേരാണ് ഫിർദൗസ്. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉത്ലുബുൽ ഫിർദൗസ, ഉത്ലുബുൽ ഫിർദൗസ. അള്ളാഹിനോട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലിന്റെ സൈഡെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് ഒരിക്കലും ചോദിക്കാനേ പാടില്ല. ഉത്ലുബുൽ ഫിർദൗസ. ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കണം? പടച്ചോനെ പണിയൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഫിർദൗസ് തന്നെ തരണം, അതന്നെ കിട്ടണം എന്ന്. പണിയൊന്നും ചെയ്തിട്ടില്ല. فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. അല്ലാഹുവേ, ഫിർദൗസിന് മാത്രം ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ പണി കൊണ്ടല്ലല്ലോ സ്വർഗം കിട്ടുക. പുണ്യ റസൂൽ പറഞ്ഞു. ഒരു സ്വകാര്യം പറഞ്ഞുതരാം, സ്വകാര്യം. ഒരാളും സ്വന്തം അമല് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുകയില്ല. എന്റെ പുണ്യ റസൂൽ. പിന്നെന്താ ചോദിക്കണേ? സ്വന്തം അമല് കൊണ്ട് ഒരാളും സ്വർഗത്തിൽ കിടക്കില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, സ്വന്തം അമല് കൊണ്ടാരും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് പറഞ്ഞ നിങ്ങളും കിടക്കില്ലേ? വലാ അന, ഞാനും കിടക്കില്ല. സ്വന്തം അമലുകൊണ്ട് ആരും സ്വർഗത്തിൽ കിടക്കില്ല. പിന്നെ എങ്ങനെയെന്ന് വെച്ചു, ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൻ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് പുണ്യ റസൂൽ. അപ്പൊ ചോദിക്കുന്നേ, നമ്മളെ അമലുകൊണ്ട് ഏതായാലും കിടക്കില്ല, അതിന് മാത്രം ഒന്നും അമൽ ചെയ്യാൻ നമുക്കോട്ട് കഴിയില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങൾ ومن فوقها الفردوس ومنها تتفجر أنهار الجنة الأربعة, സ്വർഗത്തിൽ മനോഹരമായ 4 പുഴകളുണ്ട്. ആ 4 പുഴകളും ഒലിച്ചു വരുന്നത് ഫിർദൗസിൽ നിന്നാവുന്നു. അതിന്റെ ഉന്നതമായ സരസ്, ഏറ്റവും വലിയ ഉന്നതമായ സരസിൽ നിന്നാണ്. ഫിർദൗസിൽ ഒരു സരസുണ്ട്, ആ സരസിൽ നിന്നാണ് സ്വർഗത്തിലെ പുഴകളെല്ലാം ഒലിച്ചിങ്ങനെ വരും താഴേക്ക്. അള്ളാഹു അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുകയും ഖാല റസൂലുള്ളാഹി എന്ന്. ഇന്ന ഫിൽ ജന്നത്തി ദറജ ലാ യനാലുഹാ ഇല്ലാ സലാസ. പുണ്യ റസൂൽ ഈ ആദ്യം പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിം. ഇതാ സ്വഹീഹ് മുസ്ലിം എന്ന് വേറെയും ഒരു ഹദീസ്. അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി
സ്വർഗത്തിൽ ഒരു ഉന്നത ദറജയുണ്ട്. മൂന്ന് വിഭാഗം ആളുകൾക്കല്ലാതെ അത് ലഭിക്കുകയില്ല. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നീതിയോടുകൂടെ ചെയ്യുന്ന നേതാവ്. ഒന്ന്, നീതിമാനായ ഭരണാധികാരി. സ്വർഗത്തിൽ ഒരു പ്രത്യേക ദർജയുണ്ട്, ഒരു പദവിയുണ്ട്. ആ പദവി മൂന്ന് വിഭാഗത്തിനല്ലാതെ കിട്ടില്ലെന്ന് പുണ്യ റസൂൽ. ഒന്ന് ഇമാമുനാദിലും, ഒന്ന് നീതിമാനായ ഭരണാധികാരിയ, ഒന്നതു റഹ്മിൻ വസൂലിൻ, കുടുംബബന്ധം ചേർത്തവനാ. കുടുംബം, എന്ത് കുടുംബക്കാരന് പ്രശ്നം ഉണ്ടെങ്കിലും കുടുംബത്തോട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനത്തെ ആള്. 2, 3 ഒരുപാട് മക്കളുണ്ട്, പക്ഷേ ഒരു തെറ്റ് ചെയ്യാതെ ഒരു ഹറാമായ പൈസയും വാങ്ങാതെ കഷ്ടപ്പെട്ട് കുട്ടികളെ പോറ്റുകയാ. അങ്ങനത്തെ ആൾ. ഈ 3 ആൾക്ക് ആ ദർജയിലെത്താൻ കഴിയുമെന്ന് പുണ്യ റസൂൽ സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? സ്വർഗത്തിന് ഭയങ്കര ദർജയുണ്ട്, ഒരു തട്ടുണ്ട്. ആ തട്ടിൽ 3 വിഭാഗം ആളുകളെ ഉണ്ടാവുള്ളൂ. 1 നീതിമാനായ ഭരണാധികാരി, 2 കുടുംബബന്ധം ചേർത്തവൻ, 3 കഷ്ടപ്പാടാണ് എന്നാലും വളരെ ഹലാലായ പണം കൊണ്ട് ക്ഷമിച്ചിട്ട് സബൂർ ക്ഷമിച്ചിട്ട് കുടുംബം പൂറ്റിയവൻ. അള്ളാഹു ആ 3 കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ 3 കൂട്ടത്തിൽ പെടുത്തട്ടെ. 3 കൂട്ടത്തിലും നമ്മളെ പെടുത്തട്ടെ. ഉബൈ ഇബ്നു കഅബ് ഖാല റസൂലുള്ളാഹി من سره أن يشرف له البنيان وترفع له الدرجات. സ്വർഗത്തിൽ അവന് വേണ്ടി കെട്ടിടങ്ങൾ എടുക്കപ്പെടണമെന്നും സ്വർഗത്തിലെ തട്ടുകൾ അവന് വേണ്ടി ഉയർത്തപ്പെടണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇങ്ങോട്ട് ആക്രമിച്ചവനെ മാപ്പ് ചെയ്ത് കൊടുക്കണം. 1, ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് മാപ്പാക്കി കൊടുക്കുക. 1, എന്നാൽ അവൻ ഏറ്റവും വലിയ തട്ട് കയറാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങോട്ട് മുറിച്ചവനെ അങ്ങോട്ട് ചേർക്കണം. ബന്ധം മുറിച്ചു, പക്ഷെ ബന്ധം വീണ്ടും ചേർത്തു. ഈ മുറിച്ചാലും ഞാൻ മുറിക്കണില്ല എന്ന് പറഞ്ഞു. നൽകാൻ സൗകര്യമുള്ള സമയത്ത് ഇങ്ങോട്ട് നൽകാത്തവന് സൗകര്യമുള്ള സമയത്ത് അങ്ങോട്ട് നൽകിയവൻ. സൗകര്യമുള്ള സമയത്ത് നമുക്ക് കഷ്ടമായിരുന്നു, അവന് സൗകര്യമായിരുന്നു. ആ സമയത്ത് അവൻ ഇങ്ങോട്ട് തന്നിട്ടില്ല. ഇപ്പോൾ അവന് കഷ്ടാണ്, നമുക്ക് കുറച്ച് സൗകര്യം, അപ്പൊ നമ്മള് അങ്ങോട്ട് കൊടുക്കും. ഈ 3 ആള് ഒന്ന് പറഞ്ഞേക്കി. ഇങ്ങോട്ട് ആക്രമിച്ചവനെ അങ്ങോട്ട് മാപ്പാക്കുക, മുറിച്ചു കളഞ്ഞവനെ അങ്ങോട്ട് വീണ്ടും ബന്ധം തുടർന്ന് കൊണ്ടുപോവുക, തരാത്തവനെ തന്റെ സൗകര്യത്തിൽ അങ്ങോട്ട് കൊടുക്കുക എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫിൽ ജന്നതി ലശജറ യുഖാലു ലഹാ തുബാ. തുബാ തുബാ തുബാ, സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ വൃക്ഷമാണ് തുബാ. അതിന്റെ ചുവട്ടിലെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തുബാ 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 എന്ന് പുണ്യ റസൂൽ പറഞ്ഞൊരു കൂട്ടുണ്ട്. തുബാ ലിമൻ റആനി വആമന ബി അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, എന്നെ കണ്ടു വിശ്വസിച്ചവർക്ക് തൂബ ഉണ്ടാവും. പിന്നൊരു കൂട്ടരുണ്ട്, അവരെന്നെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര വിശ്വാസമാണ് ഇന്നേൽ, അവർക്ക് 7 വട്ടം തൂബയുണ്ടാകുമെന്ന് പുണ്യ റസൂൽ. മനസ്സിലായില്ല? എന്നെ കണ്ടു വിശ്വസിച്ച സഹാബികൾക്ക് 1 തൂബ, എന്നാൽ എന്നെ കാണാതെ വിശ്വസിച്ച ആളുകൾക്ക് 7 തൂബ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. നമ്മളെ പറ്റിയാണ് പറഞ്ഞത്, പക്ഷെ ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ആ വിശ്വാസം ഉണ്ടായാൽ മതി. ഭയങ്കര തുബാ ലിമൻ റആനി വആമന ബി തുബാ ലിമൻ ആമന ബി വലം യറനി 7 മററാത്ത്. സ്വർഗ്ഗത്തിലെ ഏറ്റവും മനോഹരമായ വൃക്ഷമാണ് തൂബ. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഒരു കുതിരയോട്ടക്കാരൻ വന്നാൽ ലാ യഖ്തഉഹാ മിഅത ആമിൻ, ഉന്നതമായ കുതിരയോട്ടക്കാരൻ 100 കൊല്ലം കുതിര ഓടിച്ചാലും ആ മരത്തെ മറികടക്കാൻ കഴിയില്ല. അത്രയും വിശാലമായ വൃക്ഷമാണ് എന്ന് പുണ്യ റസൂൽ. അല്ലാഹ് സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് തരട്ടെ, അല്ലാഹു തരട്ടെ. അല്ലാഹു ആ വൃക്ഷത്തിന്റെ ചോട്ടിലൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബൈനമാഹും ദാത യൗമിൻ യതഹദ്ദസൂന ഫീ ളില്ലിഹാ ഇദ് ജാഅതുഹുൽ മലായിക. മലക്കുകൾ വന്നിട്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ മുഅ്മിനീങ്ങൾ അതിന്റെ ചുവട്ടിൽ ഒരുമിച്ച് ഓടും. എന്നിട്ട് സുറ പറയും,
മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഓർമ്മ വന്ന് ഈ ഹദീത്ത് ഇങ്ങനെ പഠിച്ചപ്പോൾ പഴയ കാലത്ത് നമ്മൾ നല്ല കോമാങ്ങൊക്കെ ഉണ്ടാവുന്ന മാവുകൾ ഉണ്ടായിരുന്നു. പ്ലാവ് ഇല്ല, ഓർമ്മയില്ലേ? അതൊക്കെ സ്കൂള് വെക്കേഷൻ കാലത്തൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും കൂടെ മാങ്ങ കഴിക്കുകയും ചെയ്യുക, ചൊര പറയുകയും ചെയ്യുക. അതിനുവേണ്ടി മാവിന്റെ ചോട്ടില്, ഓർമ്മയില്ലേ? അതൊന്നും ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് വലിയ വലിയ ദർജയൊക്കെ ഉള്ള ആളുകളും പൈസക്കാരും ഒക്കെ ആകുമ്പോൾ പഴയ കാലമൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. മുസ്ലിം സമുദായത്തിന്, മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ആപത്ത് വരാൻ ഒരു കാര്യം മാത്രം മതിയാകും എന്നൊരിക്കൽ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തൊവ്വലല്ലാഹു അംറഹു എന്നോട് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു, ചക്കയെയും മാങ്ങയുടെയും വില നിസ്സാരപ്പെടുത്തിയതാണ് ആധുനിക മുസ്ലിമീങ്ങൾക്ക് അള്ളാന്റെ റഹ്മത്ത് നഷ്ടപ്പെടാനും രോഗങ്ങൾ വർദ്ധിക്കാനും കാരണം എന്ന് പറഞ്ഞു. കാരണം ഒരു കാലത്ത് ജനങ്ങൾ ജീവിച്ചിരുന്ന ഭക്ഷണ സാധനം ചക്കയും മാങ്ങയാണ്. അതില്ലാതാക്കി, അതിന്റെ വില അതിനെ അപമതിച്ചു. അതിനിപ്പോൾ ആർക്കും വേണ്ട. ഒരു മാങ്ങ വീണ ആരും പെറുക്കിക്കൊണ്ടിരില്ല. ചക്ക ആർക്കും വേണ്ട. അത് മതിയാകും. മലയാളത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തെടുത്തു പോവുകയും രോഗം പരക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ചക്കയുടെയും മാങ്ങയുടെയും നിന്ദിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട അത്തിപ്പെട്ട മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന പ്രഗൽഭ സൂഫി വര്യൻ ഇത് ജനങ്ങളോട് വഅള് പറഞ്ഞു കൊടുക്കണമെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അസ്ലിലേക്ക് നോക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിൽ മനോഹരമായ പഴങ്ങൾ ഉണ്ടാകും. ഒരു റുമ്മാൻ പഴച്ചോട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുമിച്ചു. ഒരു റുമ്മാൻ ഒരുപാട് ആളുകൾക്ക് കഴിക്കാൻ കഴിയും. ഒരു റുമ്മാൻ ഒരുപാട്, അതിന് മാത്രം വലുതായിരിക്കും. അത്രയും അതിൽ മാത്രമല്ല, ഒരുപാട് ശക്കിലുകളിലും ഒരുപാട് വർണ്ണങ്ങളിലും അതിൻ്റെ ഉള്ളിൽ മനോഹരമായ പഴങ്ങളും അനുഭവവേദ്യമായ ഉൾഭാഗവും മനോഹരമായ വർണ്ണങ്ങളിലും മനോഹരമായ വിധത്തിലുമായിരിക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേവദാരു എന്ന വൃക്ഷത്തിന് ഒരിക്കൽ പുണ്യ റസൂലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അറാബി വന്നു. മുഹമ്മദേ, സ്വർഗത്തിൽ ദേവദാരു ഉണ്ട് എന്ന് കേൾക്കുന്നു. ദേവദാരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കില്ലേ, അതിന് മുള്ളുണ്ടാവില്ലേ എന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി നബി ഉമൈമത ഖാല അഖബല അറാബിയുൻ യൗമൻ ഫഖാല യാ റസൂലല്ലാഹ് ലഖദ് ദക്കറല്ലാഹു ഫിൽ ഖുർആനി ശജറതൻ മുഅദിയ. മുള്ളുള്ള ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു മരത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും സ്വർഗത്തിലുണ്ടാവാൻ പാടില്ലല്ലോ, പിന്നെങ്ങനെ ഈ മരം സ്വർഗത്തിലുണ്ടായി എന്ന് ചോദിച്ചു. ഹബീബായ നബി ചോദിച്ചു, ഏത് മരത്തെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ? കാല അസ്ദിദുരു, ദേവദാരുവാകുന്നു. ദേവദാരുവിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു. അതിന് മുള്ളുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, മുള്ളില്ലാത്ത ദേവദാരുവായിരിക്കും. അള്ളാഹു അതിന്റെ ചോട്ടിലൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അട്ടി അട്ടിയായ വാഴപ്പഴമായിരിക്കും. നല്ല വാഴപ്പഴം ഉണ്ടാവും, അട്ടി അട്ടി അട്ടിയായ നല്ല വാഴപ്പഴം. എണ്ണം കഴിയില്ല, അതിന് മാത്രം എണ്ണം വെച്ചു. വഅസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് وطلح ممدود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة. അല്ലാഹു അങ്ങോട്ടൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന്. ഹബീബായ നബി പറഞ്ഞു, സ്വർഗത്തിന് അധ്വാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴി സ്വർഗത്തിലേക്ക് അധ്വാനിക്കാം. ഒരാൾക്കും അതിനെ ചിന്തിക്കാനോ അതിനെ വർണ്ണിക്കാനോ കഴിയില്ല. അത്തരം മനോഹരമാണ് സ്വർഗമെന്ന് ഖാല റസൂലുള്ളാഹി. എന്ത് നിങ്ങൾ വിചാരിച്ചാലും ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയോ കേൾക്കാത്ത അത്ര മനോഹരമായിരിക്കും സ്വർഗം. അള്ളാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ. അള്ളാഹു അങ്ങോട്ട് നമ്മെ എത്തിക്കട്ടെ. അള്ളാഹു അങ്ങോട്ട് നമ്മെ എത്തിക്കട്ടെ.
അപ്പോൾ അവര് പറഞ്ഞു നഹ്നുൽ മുശമ്മിറൂന ലഹാ, അത് നേടാൻ ഞങ്ങൾ അധ്വാനിക്കും നബിയേ എന്ന് സ്വഹാബികൾ പറയവേ ഹബീബ് പറഞ്ഞു ഖുലൂ ഇൻഷാ അല്ലാഹ്, അത് നേടാൻ ഞങ്ങൾ അധ്വാനിക്കുമെന്ന് പറയല്ലേ, ഇൻഷാ അല്ലാഹ് എന്ന് കൂടെ പറഞ്ഞാലേ കഴിഞ്ഞോളന്നില്ല. പുണ്യ റസൂൽ ഖാലു ഇൻഷാ അല്ലാഹ്, ഹബീബായ നബി പറഞ്ഞു ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്ക് വിലയുള്ളതാണ്. നമ്മൾ വിചാരിക്കും പോലെ അത് കിട്ടുന്നു വിചാരിക്കണ്ട, അള്ളാഹിന്റെ ചരക്കിന് നല്ല വിലയാണ്. അല ഇന്ന മൻ ഖാഫ ഉദിൽജ, നോക്കൂ ബാക്കി മൻ ഖാഫ ഉദിൽജ, സ്വർഗത്തിന് മത്സരിച്ച് അധ്വാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മൻ ഖാഫ ഉദിൽജ, ആര് പേടിച്ചോ അവനെ പ്രവേശിപ്പിക്കപ്പെടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. വമൻ ഉദിൽജ ബലഗൽ മൻസില, ആര് പ്രവേശിച്ചോ അവൻ സ്വന്തം കൊട്ടാരത്തിലെത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല ഇന്ന, പക്ഷേ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, പക്ഷെ അള്ളാന്റെ ചരക്കാണ് നിങ്ങൾ വാങ്ങാൻ പോണത്. അള്ളാന്റെ ചരക്ക് ഏറ്റവും വിലയുള്ളതാ. അള്ളാഹു അത് നമുക്ക് തരട്ടെ, ഔദാര്യം തരട്ടെ. വലിയ കച്ചവടക്കാരാണെങ്കിലും വലിയ വിലയുള്ള സാധനമാണെങ്കിലും ഒക്കെ ഔദാര്യം കൊടുക്കുമല്ലോ. അള്ളാഹു നമുക്ക് തരട്ടെ. ഔദാര്യം കൊടുക്കുന്നവനുമാണല്ലോ ഇറൈവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ എന്നാ പറഞ്ഞത്. അങ്ങനെയാ കവി പറഞ്ഞു, ഇറൈവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ, ഇല്ലെന്ന് പറയൂല, തരും. ഇറൈവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടു പാറുങ്കൾ അവൻ പൊക്കിശത്തെ മുടുവതില്ലേ. അവനോട് പറഞ്ഞോളി, അവന് തന്നിട്ട് വേറുള്ളവരോട് വിളിച്ചു പറയില്ല. കാസിമിന്റെ കയ്യിൽ നിന്ന് കുറെ ചോദിച്ചു വാങ്ങിയെന്ന് അപ്പുറത്ത് വേറെ മൂല്യരോട് പറയില്ല, മൂല്യർ കൊടുത്ത് എന്നോടും പറയില്ല, അങ്ങോട്ട് പറയില്ല, ആചാര്യർ കൊടുത്ത മറ്റേ ആചാര്യോട് പറയില്ല. പെരുമയോടെ കേട്ടു പാറുങ്കൾ അവൻ പൊക്കിശത്തെ മുടുവതില്ലേ, അവൻ വലുപ്പത്തിനെ വിളിച്ചു പറയില്ല. ചോദിച്ചാൽ طلبوا فيما عند الله يحبك الله واسعد فيما عند الناس يحبك الناس. അള്ളാന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചോ, അള്ളാഹ് തരും ചെയ്യും, നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ജനങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞോ, അപ്പൊ ജനങ്ങൾക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാവും. ഓഹോ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണ്, തിരിഞ്ഞില്ല. അള്ളാന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിക്കോ, അള്ളാഹ് തരും ചെയ്യും, അള്ളാഹ്ക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാവും. ജനങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് അവർ തരികയാണെങ്കിലും പറയാ ഇപ്പൊ വേണ്ടില്ലായിരുന്നു, അവിടെ ഇരുന്നോട്ടെ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാലോ എന്ന് പറയാ, അത് ഇനി തരണ്ടെന്ന് പറയാ, അപ്പൊ ജനങ്ങൾക്കും ഇഷ്ടമുണ്ടാവും. അതുകൊണ്ട് റബ്ബിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി എല്ലാരും പറഞ്ഞു. അവിടെയും പിന്നെ അവിടെ എന്തുണ്ട്, പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ട്. അലാ സുറുറിൻ മൗളൂന മുത്തഖീന അലൈഹാ മുതഖാബിലിൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين അവിടെ സ്വർഗീയ അങ്ങനകളുണ്ട്. സ്വർഗീയ ഹൂറുൻ ഐൻ, ഐൻ എന്ന വാക്കിൽ നിന്നാണ് ഐൻ എന്ന വാക്ക്. മനോഹരാണ്. സ്വർഗക്കാരിങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന നേരത്ത് സ്വർഗമാകെ പ്രകാശിക്കുന്നതായി കാണും. സുബ്ഹാനല്ലാഹ്, അഷ്റഫൂനവും അവരിങ്ങനെ കണ്ണുയർത്തി നോക്കുമ്പോഴും എന്താ ഹൂറുൻ ലഹിക്കത്ത്, ഒരു ഹൂറുൽ ഖവാഇബിൽപ്പെട്ട ഒരു പെണ്ണ് പുഞ്ചിരിച്ചതാ. പുണ്യ റസൂൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നോക്കിയിട്ട് ഇന്നെ പേടിപ്പിക്കണ്ട, കണ്ണുരുട്ടണ്ട. അങ്ങനെയാണ് കെട്ടി മനസ്സിലായി. മനോഹര ഭാഷ കൊണ്ട് നമ്മുടെ അടുത്ത കാലഘട്ടത്തിൽ പണ്ഡിത സമൂഹത്തിന്റെ സിദ്ധികൾക്ക് അപ്പുറമുള്ള സിദ്ധിയുള്ള ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാളെ അടുത്ത കാലത്തൊന്നും ചരിത്രം പ്രസവിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അത്ര ആളായിരുന്നു,
പൂരണനും രവിയ മതിലൊളിയ മതേറിടും ബിയാൾ മഹാരാജ സുന്ദരിയാൾ. എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പൂരണനും രവിയ മതിലൊളിയ മതേറിടും ബിയാൾ മഹാരാജ സുന്ദരിയാൾ. ഉരുളിനെ വർണ്ണിച്ചതാ മഹാരാജ സുന്ദരിയ. എല്ലാം ഉണ്ട്. മതി പൂരണനും രവിയ മതിയിലൊളിയ മതേറിടും ബിയ. വദനം ദ്വയ കവിളുമേ നേത്രങ്ങൾ വദനം ദ്വയ കവിളുമേ നേത്രങ്ങൾ വടിവേറിടും ശിരമുടി വർണ്ണങ്ങൾ സ്വതറൊട്ടെ വിശാലതയുമേ സുഖാരമണിയാൾ മഹാരാജ സുന്ദരിയാൾ. ഭാഷ അങ്ങോട്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിന് പാടാനുള്ള കാരണം ഒരു പണ്ഡിതന്, ഖുർആൻ അറിയുന്ന ഒരു പണ്ഡിതന് ഹൂറുൽ കവാഇബിനെ വർണ്ണിച്ചാൽ അതിൻ്റെ ഒരു മനോഹാരിത. ഞാൻ ഇന്നലെ ആ കവിത ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചു. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. പക്ഷെ നമുക്കൊക്കെ അത് തരട്ടെ, അല്ലാഹു തരട്ടെ. ഒന്നുകൂടി പാടാം, ശ്രദ്ധിക്കും. വദനം ദ്വയ കവിളുമേ നേത്രങ്ങൾ വദനം ദ്വയ കവിളുമേ നേത്രങ്ങൾ വടിവേറിടും ശിരമുടി വർണ്ണങ്ങൾ സ്വതറൊത്തെ വിശാലതയുമേ സുഖാരമണിയാൾ മഹാരാജ സുന്ദരിയാൾ. കെട്ടിമാനു മുസ്ലിയാർ അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു മഗ്ഫിർ ലഹു. സ്വതറൊത്തെ വിശാലതയുമേ സുഖാരമണിയാൾ. അതിനർത്ഥം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഇപ്പോ അത്ര മനോഹരം. സ്വതറൊത്തെ വിശാലതയുമേ സുഖാരമണിയാൾ മഹാരാജ സുന്ദരിയാൾ. പവിഴം ഭുജമിരും മൃദു ചപ്പടുമേ പവിഴം ഭുജമിരും മൃദു ചപ്പടുമേ പല കോമള മുടമുടിയാവിധമേ ഭുവിയാകെ നിറയും മകൾ ദണ്ഡമൊന്നിൻ തെളിയാൾ മഹാരാജ സുന്ദരിയാൾ. ആ ഹദീസാണ് ഇപ്പം നമ്മൾ ഓടിയത്. അതുകൊണ്ടാണ് ഇത് ഓടിയത്. എന്തൊരു വാക്ക്! നമ്മളിപ്പോൾ ഓതിയ ഹദീസാണ് പതിവ്. ഭൂമിയാകെ നിറയും അവൾ ദണ്ഡമൊന്നിൻ തെളിയാൾ മഹാരാജ സുന്ദരിയാൾ. ഭൂമിയൊക്കെ നിറഞ്ഞു. ആ പെണ്ണിന്റെ ഹൂറുൽ കവാഇബിന്റെ ഒരു പല്ല് പുറത്ത് കണ്ടാൽ ഭൂമി പോലും മൊത്തം പ്രകാശിച്ചു പോകും എന്നാ കവി പറഞ്ഞത്. കവി നമ്മളെ മഹാനായ പ്രതിപാദനായ നേതാവായിരുന്നു. പടച്ചോനെ, അങ്ങനത്തെ മനുഷ്യന്മാരെ ഇനി ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അനർഘമായ സാഹിത്യം, സർഗജനമായ മനസ്സ്, എല്ലാം അതൊന്നും അപൂർവം ആളുകൾക്ക് അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും ചരിത്രത്തിൽ അങ്ങനത്തെ ആളുകൾ വരും. ഭൂമിയാകെ നിറയും അവൾ ദണ്ഡമൊന്നിൻ തെളിയാൾ മഹാരാജ സുന്ദരിയാൾ. മതി പൂരണനും രവിയ മതിലൊളിയ മതേറിടും ബിയാൾ മഹാരാജ സുന്ദരിയാൾ. മതി പൂരണനും രവിയ മതിലൊളിയ മതേറിടും ബിയാൾ മഹാരാജ സുന്ദരിയാൾ. اللهم اجعلنا اللهم ارزقنا منهن اللهم ارزقنا منهن اللهم اجعلنا ممن يتلذذ بها اللهم اجعلنا ممن يتلذذ ويتنعم بها. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്വർഗവാസികൾ, സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സ്വർഗവാസികൾ പ്രകാശം, ഒരു പെണ്ണിന്റെ പല്ലിന്റെ പ്രകാശം പുറത്ത് കണ്ടതാ, ആകെ പ്രകാശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ
ഞാൻ വീണ്ടും അത് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വീണ്ടും ചെയ്യാനുണ്ട്. അതുകൊണ്ട് റബ്ബിലേക്ക് ഇതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചത് മുത്തഖീങ്ങൾക്കാണ്. എവിടെ പറഞ്ഞത് മുത്തഖീങ്ങൾക്കാണ്. എല്ലാം അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. മുത്തഖീങ്ങളുടെ നേട്ടങ്ങളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. മുത്തഖീങ്ങൾക്ക് لا تركنن إلى الدنيا وما فيها فالموت لا شك يفنينا ويفنيها وعمل لدار غدا رضوان خازنها والجار أحمد والرحمن نشيها. അഹ്മദിനെ അയൽപക്കത്ത് കിട്ടണമെങ്കിൽ വഅമൽ ലിദാരിൻ ഗദ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ്, നിന്റെ തൊട്ടടുത്ത അയൽ വീട്ടുകാരനായി അഹ്മദിനെ നിനക്ക് കിട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അഹ്മദ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, പുണ്യ റസൂൽ. മദീനയിലെ രാജകുമാരൻ അഹ്മദ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, പുണ്യ റസൂൽ. അഹ്മദ് എന്ന മനുഷ്യനെ വർണ്ണിച്ച് പാടിയ പാട്ടാണ് ലോകത്തെ ഏറ്റവും മനോഹര ഗാനം. ബദറു അലൈന മിന സനിയാതിൽ വദാഇ വജാബ ശുക്രു അലൈന മദാലില്ലാഹി ദാഇ അയ്യുഹൽ مبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي عليكم يا رسول سلام عليكم يا حبيب عليكم صلوات الله عليكم والجار أحمد والرحمن نشيها. എന്റെ അയൽക്കാരനായി അഹ്മദിനെ ലഭിക്കണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് നൽകണമേ പടച്ചോനെ, നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ, നീ ഞങ്ങൾക്ക് എനിക്ക് അഹ്മദിന് അയൽക്കാരനായി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടണമെന്ന് പറഞ്ഞല്ലോ ഒരു പ്രഗത്ഭനായ സ്വഹാബി ഒരിക്കൽ പുണ്യനബിയോട്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, വമയ്യുത്ഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അതിനാരും വലിയ വലിയ ആജ്യമാര് എല്ലാം നിർത്തിയിട്ട് പൊന്നാനി കോതാൻ പോകുമൊന്നും വേണ്ട. അവനവന്റെ പണി വൃത്തിയായി ചെയ്താൽ മതി. ഓരോരുത്തരും പൈസക്കാരന്റെ പണി വൃത്തിയായി ചെയ്യുക, സാധുവിന്റെ പണി വൃത്തിയായി ചെയ്യുക, മുസ്ലിയാരെ പണി വൃത്തിയായി ചെയ്യുക. മുസ്ലിയാരെ പണി അമീഖായ വിജ്ഞാനങ്ങൾ കണ്ടുപിടിക്കലാണ്, എന്നിട്ട് ഉമ്മത്തിന് ധീരമായി അത് പറഞ്ഞു കൊടുക്കലാണ്. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹ് ലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫളലുല്ലാഹ്. അല്ലാഹു അങ്ങനത്തെ കുട്ടികളെ നമുക്ക് തരട്ടെ. ഒന്നോർക്കെ പറയും, പഠിച്ചവനെ ഞങ്ങൾ കോഴിക്കോട്ടാണ് വയല് പറഞ്ഞതും പറയിപ്പിച്ചതും. ഞങ്ങളെ മക്കൾ അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ വയല് പറയുന്ന ധീരന്മാരായ സാലിഹ്യങ്ങളായ ആലിമീങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണം, ഔദാര്യമാക്കി തരണം, നീ ഞങ്ങൾക്ക് ഔദാര്യമാക്കി തരണം. അവരെ കൊണ്ട് അനവധി ആളുകൾ ഇസ്ലാമിലേക്ക് വരണം. അവരെ ഞങ്ങളെ കുട്ടികളെ കൊണ്ട് അനവധി ആളുകൾ ഇസ്ലാമിന്റെ പരിശുദ്ധ കലിമയിലേക്ക് വരണം. വന്നല്ലോ, പഠിക്കാൻ പോയ ജോലിക്ക് പോയതായിരുന്നു അഹമ്മദ് എന്നൊരു ചെറുപ്പക്കാരൻ ദക്ഷിണാഫ്രിക്കയിലേക്ക്. ഒരു ഇന്ത്യക്കാരൻ അഹമ്മദ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. അദ്ദേഹം ചെറുപ്പക്കാരനായി കുട്ടി ജോലി ചെയ്യുന്ന കടയുടെ മുന്നിൽ ഒരു സെമിനാരി ഉണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനെ വിമർശിക്കുന്നത് ഈ കുട്ടി കേട്ടു. അപ്പൊ കുട്ടിയുടെ മനസ്സാകെ ബേജാറായി പോയി. അപ്പൊ കുട്ടി കച്ചവടം നിർത്തി, കുട്ടി ഖുർആൻ പഠിക്കാൻ തയ്യാറായി. ആ കുട്ടിയാണ് അഹ്മദ് ദീദാത്ത് റഹ്മഹുല്ലാഹ്
20-ാം നൂറ്റാണ്ടിൽ ലക്ഷക്കണക്കായ ആളുകളെ അള്ളാഹുവിന്റെ ദീനിന്റെ മലർവാടിയിലേക്ക് കൊണ്ടുവന്ന അഹ്മദ് ദീദാത്ത്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഡർബനിൽ അദ്ദേഹം വല്ലാത്തൊരു മനുഷ്യനായിരുന്നട്ടാ. എന്റെ കരളായി വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കൊണ്ട് എത്ര ആളാണ് ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ റബ്ബിന്റെ